പാലത്തിനു താഴെ ഒരുക്കിയ കൊല്ലത്തെ വി പാർക്ക് മാതൃകയാകുന്നു. രാത്രി നടത്തത്തിനായി പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്നലെ പാർക്കിലെത്തി. കേരളത്തിലുടനീളം പാലങ്ങൾക്ക് താഴെ കളിസ്ഥലം ഒരുക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. കായിക വിനോദങ്ങളിൽ പങ്കെടുത്തും കലാപ്രകടനങ്ങൾ ആസ്വദിച്ചും ഏറെ നേരം ചെലവിട്ടാണ് മന്ത്രി മടങ്ങിയത്. ഈ ഒഴിവിടങ്ങൾ ലഹരിയിടങ്ങളായി മാറുകയും അവിടെ അക്രമങ്ങളും മറ്റും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒഴിഞ്ഞ ഇടം മനോഹരമായൊരു പാർക്കായി, അത് നമ്മുടെ പാർക്കായി പരിണമിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പാർക്കാണ്. ഇത്തരം സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് പൊതുവേ ഞങ്ങളെല്ലാവരും കരുതിയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം തിരഞ്ഞെടുത്ത കൊല്ലത്തെ വി പാർക്ക് അത്ഭുതകരമായ വിധം ആളുകളെ ഏറ്റെടുത്തു. ഇത്ര വലിയൊരു വിജയവും നമ്മളാരും കരുതിയിട്ടില്ല. ഇപ്പോൾ ആളുകൾ ജോലി കഴിഞ്ഞാൽ വരുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ടല്ലോ. കുട്ടികളൊക്കെ വലിയ സ്കേറ്റിംഗ് കോച്ചാണ്. ഓക്കെ. എത്ര കുട്ടികളുണ്ട്? ഓ, മോളെ പേരെന്താ? ജിയ. ഏത് ക്ലാസ്സിലാ? 3-ല്. ഇയാളെ പേരാ? ആമിയ. ഓ, ആളുകൾക്ക് ഒരു നല്ല ഒരു സമയം പോകാനൊരു ട്രെയിൻ എല്ലാ ദിവസവും ഇവിടെ വരുന്നവരുണ്ട്. പാർക്കുകളിലൊരു കൊല്ലം മാതൃകയായി മാറിയിരിക്കുകയാണ് വി പാർക്ക്. അപ്പോൾ ഇത് പൈലറ്റ് പദ്ധതിയാണോ ഇത്? അതെ, പൈലറ്റ് പദ്ധതിയാണ്. അപ്പോൾ പൈലറ്റ് പദ്ധതിയായി മാറി ഇതിപ്പോൾ കേരളത്തിലാകെ പടർത്താനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര പാർക്കുകളാണ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? അത് സാധ്യമാകുന്നൊക്കെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്നത് ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് NOC കൊടുക്കാൻ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. അതാത് ഇടങ്ങളിലെ MLA മാർ, ജനപ്രതിനിധികൾ, സംഘടനകൾ ഇവരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലത്ത് തന്നെ കൊണ്ടുപോകാം. കൊല്ലത്തിൻ്റെ വി പാർക്ക് കൊല്ലം മാതൃക കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുമരാമത്തിന് കീഴിലുള്ള പാലങ്ങൾക്ക് കീഴിലെല്ലാം ഇത്തരത്തിൽ വി പാർക്കുകൾ വരുമെന്നാണ് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും തമ്മിൽ ചർച്ച ചെയ്ത് അതിലൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം മന്ത്രി റിയാസിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.